ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. എന്തായാലും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ആരംഭിക്കാം. കേരളം എന്ന സിനിമയ്ക്ക് ചൊവ്വാഴ്ച ഓൾമോസ്റ്റ് 5,70,00,000-അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് നിലവിൽ അങ്ങനെ 6 ദിവസം കൊണ്ട് കേരള ഗ്രോസിന് മാത്രം 50 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ സാധിച്ചിരിക്കുകയാണ്. വെറും 6 ദിവസം കൊണ്ടാണ് സിനിമയ്ക്ക് 50 കോടി കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന്. ചുരുങ്ങിയ ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 2 സിനിമകൾ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. വെറും 5 ദിവസം കൊണ്ടാണ് സിനിമ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. രണ്ടാമത്തെ സിനിമ നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് നിലവില്. എന്തായാലും സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 51,04,00,000 6 ദിവസം കൊണ്ട്. ഇനി സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 25,10,00,000 നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ കാണാൻ സാധിക്കും നിലവിൽ ഇതുവരെയായിട്ട്. ഇനി നമ്മുടെ കേരളത്തിലെ കളക്ഷൻ അല്ല, ഇനി നമുക്ക് തമിഴ്നാട് പരിശോധിക്കാം. നമുക്ക് തമിഴ്നാട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 6,33,00,000-അടുത്താണ് സിനിമയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കും ദൃശ്യം എന്ന സിനിമയുടെ ഡബ്ഡ് വേർഷന്. അത് മാത്രമല്ല സിനിമയുടെ തമിഴ്നാട് ഷെയർ കളക്ഷൻ ഓൾമോസ്റ്റ് 2,70,00,000 മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കർണാടക പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 10 കോടിയുടെ മുകളിലാണ് സിനിമയുടെ കർണാടക കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 10,19,00,000. ഇനി സിനിമയുടെ കർണാടക ഷെയർ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 4,97,00,000. ഇനി നമുക്ക് തെലുങ്ക് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 8,33,00,000 മുകളിലോട്ട് പോവുകയാണ് സിനിമയുടെ തെലുങ്ക് ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ഗ്രോസ് കളക്ഷൻ. ഇനി സിനിമയുടെ തെലുങ്ക് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 4 കോടിയാണ്. ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കാം. നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയ്ക്ക് ഓപ്പണിംഗ് വീക്കെൻഡിൽ മാത്രം 25,10,00,000 കളക്ഷൻ. തിങ്കളാഴ്ച സിനിമയ്ക്ക് 2,10,00,000, ചൊവ്വാഴ്ച 1,76,00,000. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം 28,96,00,000. 30 കോടിയിലോട്ട് പോവുകയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട്. ഇനി സിനിമയുടെ ഡേ ബൈ ഡേ ആയിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ട്രാക്ക് ചെയ്യാൻ നമുക്ക്. സിനിമയുടെ വേൾഡ് വൈഡ് ട്രാക്കിംഗ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ആദ്യ ദിവസം 43,30,00,000 ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ച വേൾഡ് വൈഡ്. രണ്ടാം ദിവസം സിനിമയ്ക്ക് 34,15,00,000. മൂന്നാം ദിവസം 35,32,00,000. നാലാം ദിവസം സിനിമയ്ക്ക് ഓപ്പണിംഗ് ആയിട്ട് 29,53,00,000. അഞ്ചാം ദിവസം 15,30,00,000. ആറാം ദിവസം ഓൾമോസ്റ്റ് നല്ല ഡ്രോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്. 13,40,00,000 സിനിമ ഡേ 6 നേടിയെടുത്തത് വേൾഡ് വൈഡ്. അങ്ങനെ ടോട്ടൽ സിനിമ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 171 കോടിയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്. നിലവിൽ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ എമ്പുരാൻ സിനിമയിൽ തൊട്ട് പിന്നാലെ തന്നെ കാണാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് സിനിമയ്ക്ക് ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിട്ട്. എന്തായാലും നമ്മുടെ ദൃശ്യം സിനിമയുടെ ഓവർസീസ് ബോക്സ് ഓഫീസ് ഓൾമോസ്റ്റ് 90 കോടിയിലോട്ട് പോവുകയാണ് നിലവില്. എന്തായാലും നല്ലൊരു ഗംഭീരമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് തന്നെയാണ് ദൃശ്യം 3 എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ദൃശ്യം 3 സിനിമയുടെ കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ ബുക്ക് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ദൃശ്യം 3 എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിനുശേഷം എല്ലാവരും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.